29ാമത് കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിലെ കേരള ഫിലിം മാർക്കറ്റിലൂടെ നിരവധി സംവിധായകരാണ് ചിത്രങ്ങൾ പ്രദർശിപ്പിക്കുന്നത്. കഴിഞ്ഞ ചലച്ചിത്രമേളയിലാണ് കേരള ഫിലിം മാർക്കറ്റ് ആരംഭിച്ചത്. ഒരേ സമയം 30 പേർക്ക് സിനിമ കാണാൻ കഴിയുന്ന രീതിയിലാണ് തിയേറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. കേരള രാജ്യാന്തര ചലച്ചിത്രമേളയിൽ സിനിമയെന്ന ആശയവുമായി ഒട്ടനവധി പേരാണ് എത്തുന്നത്. എന്നാൽ സാങ്കേതിക പരിജ്ഞാനവും സിനിമാറ്റിക് ആശയവും പങ്കുവയ്ക്കാനുള്ള ഇടമായി മാറുകയാണ് IFFKയിലെ കേരള ഫിലിം മാർക്കറ്റ്. വ്യൂറൂം സംവിധാനത്തിലൂടെ ഒരേ സമയം 30 പേർക്ക് സിനിമ കാണാൻ കഴിയുന്ന വിധത്തിലാണ് തിയേറ്റർ തയ്യാറാക്കിയിരിക്കുന്നത്. ചില സ്ഥലങ്ങളുണ്ട്, ആ സ്ഥലങ്ങളിൽ നമ്മൾ എത്തിച്ചേരുമ്പോൾ ഈ സ്ഥലം മുൻ എപ്പോഴും നമ്മൾ കണ്ടതുപോലെ നമ്മൾ തോന്നും. കഴിഞ്ഞ IFFKയിലാണ് കേരള ഫിലിം മാർക്കറ്റ് ആരംഭിച്ചത്. തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തി സിനിമ പ്രദർശിപ്പിക്കുന്നത് നിരവധി പേരാണ്. കേരള ഫിലിം മാർക്കറ്റിലൂടെ നിരവധി പേരാണ് സിനിമയെന്ന സ്വപ്നം സാക്ഷാത്കരിക്കുന്നത്. സിനിമാ മേഖലയിലുള്ള പല ആൾക്കാരും ഇവിടെ വന്നു പോകുന്നവരാണ്. അപ്പോൾ അവർക്ക് നമ്മളെ സിനിമ കാണിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു വേദിയാണിത്. കാരണം നമ്മൾ ഇങ്ങനൊരു വേദി ഇല്ലാതിരുന്നെങ്കിൽ നമുക്ക് ഇങ്ങനത്തെ സിനിമ മറ്റുള്ളവർ കാണിച്ചു കൊടുക്കാൻ വളരെ പ്രയാസമാണ്. കാരണം ഒരു തിയേറ്റർ ബുക്ക് ചെയ്ത് അതിന് നല്ല എക്സ്പെൻസ് ആവും. പക്ഷേ ഇത് വളരെ ചുരുങ്ങിയ ചിലവിൽ നമുക്ക് ഇങ്ങനത്തെ അതായത് ഫെസ്റ്റിവലിനോടനുബന്ധിച്ച് നമുക്ക് നമ്മുടെ സിനിമ പ്രദർശിപ്പിക്കാൻ പറ്റുന്നത് തന്നെ അത് വളരെ ഒരു ഭാഗ്യമാണ്. അത് പല സിനിമാ മേഖലയിലുള്ള ഉന്നതർക്ക് മാർക്കറ്റിംഗിന് വേണ്ടിയും ഇത് നമുക്കിവിടെ പ്രദർശിപ്പിക്കാൻ സാധിക്കുന്നുണ്ട്. സിനിമ എന്ന ആശയവുമായി വരുന്ന സംവിധായകർക്ക് നല്ലൊരു അവസരമാണ് കേരള ഫിലിം മാർക്കറ്റിലൂടെ നൽകുന്നതെന്ന് കേരള ഫിലിം മാർക്കറ്റ് എക്സിക്യൂട്ടീവ് മെമ്പറും നടനുമായ നിഷാദ് പറഞ്ഞു. ഒരുപാട് കലാകാരന്മാർക്ക് അവരുടെ സൃഷ്ടി പ്രദർശിപ്പിക്കാനൊരു വേദിയാക്കുന്നു. അത് ഇവിടെ മാത്രമല്ല, ഇൻ്റർനാഷണലി ഒരു അക്ലമേഷനൊക്കെ കിട്ടാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ ആരംഭിക്കാവുന്ന ഒരു സ്ഥിരം പ്ലാറ്റ്ഫോമാക്കി ഇത് മാറ്റണമെന്നാണ് ആഗ്രഹം. തീർച്ചയായിട്ടും ഒരുപാട് സംവിധായകർ, തിരക്കഥാകൃത്തുക്കൾ, ഷോർട്ട് ഫിലിം മേക്കേഴ്സ് എല്ലാവരും ഇവിടെ വന്ന് ഈ അവരുടെ സിനിമ പ്രദർശിപ്പിക്കുന്നുണ്ട്. അതൊരു നൂതനമായ ആശയമാണ്. അത് തീർച്ചയായിട്ടും അതൊരു വിപ്ലവകരമായ മാറ്റത്തിൻ്റെ തുടക്കം കുറിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കേരള ഫിലിം മാർക്കറ്റ് തുടങ്ങിയിട്ട് 1 വർഷമായിട്ടുണ്ടെങ്കിലും ഇവിടെ എത്തി സിനിമ പ്രദർശിപ്പിക്കുന്നത് നിരവധി പേരാണ്. ക്യാമറമാൻ ബിനിൽ നെടുമങ്ങാടിനോടൊപ്പം രേണുക രാജേന്ദ്രൻ, കേരള വിഷൻ ന്യൂസ്, തിരുവനന്തപുരം.